അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, സഹോദരങ്ങളെ, പരലോക വിശ്വാസങ്ങളിൽ, പരലോക പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടെന്നാണ്. നമ്മുടെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ആ ത്രാസ് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ പക്ഷം. അതുകൊണ്ട് ആ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസിൽ നന്മകൾ തൂക്കമാകുന്നത്, അതല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന സാധനങ്ങളിൽ ഏറ്റവും ഖനമേറിയ ഒരു ദിക്റുണ്ട്. അത് നമ്മളെല്ലാവരും ജീവിതത്തിൽ നിരന്തരമായി ചെല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ മഹത്തായ ദിക്ർ നമ്മൾ കൂടുതൽ ചൊല്ലുക, രാവും പകലിലും, പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മീസാനിൽ നല്ല തൂക്കമാകാൻ, നല്ല വെയിറ്റുള്ള ഖനമുള്ള സൽക്കർമ്മമാകാൻ അതിന് കഴിയും. അങ്ങനെ നമുക്ക് ആ ദിക്ർ നിരന്തരമായി ചെയ്യാൻ അല്ലാഹു വലിയ തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, സഹോദരങ്ങളെ, പരലോക വിശ്വാസങ്ങളിൽ, പരലോക പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടെന്നാണ്. നമ്മുടെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ആ ത്രാസ് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ പക്ഷം. അതുകൊണ്ട് ആ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസിൽ നന്മകൾ തൂക്കമാകുന്നത്, അതല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന സാധനങ്ങളിൽ ഏറ്റവും ഖനമേറിയ ഒരു ദിക്റുണ്ട്. അത് നമ്മളെല്ലാവരും ജീവിതത്തിൽ നിരന്തരമായി ചെല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ മഹത്തായ ദിക്ർ നമ്മൾ കൂടുതൽ ചൊല്ലുക, രാവും പകലിലും, പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മീസാനിൽ നല്ല തൂക്കമാകാൻ, നല്ല വെയിറ്റുള്ള ഖനമുള്ള സൽക്കർമ്മമാകാൻ അതിന് കഴിയും. അങ്ങനെ നമുക്ക് ആ ദിക്ർ നിരന്തരമായി ചെയ്യാൻ അല്ലാഹു വലിയ തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.